ഹലോ, ഇന്ന് അമ്മ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റൈസും അതിന് പറ്റിയ ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള സവാള, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ചിക്കൻ ഇതൊക്കെ റെഡിയാക്കി വെക്കാം. ചിക്കൻ ആദ്യം വേവിച്ച് വെക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ വേവിക്കാൻ വെക്കുന്നത്. 3 ഗ്ലാസ് അരിയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത്. നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് എങ്കിലും കുതിർത്ത് വെക്കണം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് മാറ്റി വെക്കാം. ഇതെല്ലാം അരിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം ഒരേ അളവിലായിരിക്കണം വേണ്ടത്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ അരി വേവിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു 1 ഗ്ലാസ് വരും. ബാക്കി 3 ഗ്ലാസും കൂടി ഒഴിച്ച് അരി വേവിക്കാൻ വേണ്ടി വെക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അരിയിലെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അടച്ചു വെച്ചാൽ ഒന്നുകൂടി ആവും. ഇനി അടച്ചു വെക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെക്കുകയാണ്. ഇനി ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സെയിം പാനിൽ കുറച്ച് എണ്ണയും നെയ്യും ഒഴിച്ച് ഉള്ളി വഴറ്റിയെടുക്കണം. ഉള്ളി നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കനിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഒന്ന് വാടി തുടങ്ങുന്നുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് നെയ്യും എണ്ണയും കൂടി ചേർത്ത് ബീൻസും ക്യാരറ്റും കൂടി ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് കോരി മാറ്റാം. ക്യാപ്സിക്കവും കുറച്ച് നെയ്യും എണ്ണയും ഒഴിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ക്യാപ്സിക്കം കുറച്ചുകൂടി പെട്ടെന്നാവും. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട മുട്ട റെഡിയാക്കി എടുക്കണം. ഒരു ദോശച്ചട്ടിയിൽ എണ്ണ വരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഒഴിക്കുകയാണ്. ഇനി അത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു.
ഇനി ലാസ്റ്റ് മിക്സിംഗ് ആണ് ബാക്കിയുള്ളത്. പാനിലേക്ക് എല്ലാം കൂടി ചേർത്ത് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, ചിക്കൻ, നമ്മൾ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും കൂടി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അമ്മ സോസും കൂടി ചേർക്കും ഇപ്പം തന്നെ. ഇനി സോസ് ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഇനി സോസ് ചേർക്കാണ്. എല്ലാം കൂടി ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി സ്ക്രാമ്പിൾഡ് എഗ് കൂടി ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാവും. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം കൂടി മിക്സിങ് തുടങ്ങിയിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി ഇതൊക്കെ നന്നായി അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കോ ഇതുപോലെ അരിഞ്ഞു വെക്കാം. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ക്യാപ്സിക്കോ ഒഴികെ ബാക്കിയെല്ലാം ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയ പീസാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. ടോട്ടൽ ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഫ്രൈ ചെയ്തിട്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ക്യാപ്സിക്കം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി, കറിവേപ്പില ഇതൊക്കെ കൂടി ചേർത്ത് സോസും കൂടി ചേർക്കാം.
സോസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും ഈ ചിക്കൻ്റെ റെസിപ്പിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.